ഈ ഒരു കൊറിയർ വന്നപ്പോഴേ ഇതെന്താ സംഭവം എന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ വളരെ ആശ്ചര്യത്തോടു കൂടിയാണ് കേട്ടോ ഇത് ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. കാരണം ഞാനിത് ഓർഡർ ചെയ്തതല്ല. എനിക്കൊരു സബ്സ്ക്രൈബർ അയച്ചു തന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് മോന് പറ്റിയൊരു ബാഗായിരുന്നു. അവൻ്റെ ഡയപ്പറും അതുപോലെ അവൻ്റെ എല്ലാ സാധനങ്ങളും ഫുഡ് ഐറ്റംസും അങ്ങനെയൊക്കെ വെക്കാനായിട്ട് പറ്റുന്ന ഒരു ഡയപ്പർ ബാഗ് എന്നാണ് അതിൻ്റെ ഒരു ഇത് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബാഗായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു ബാഗ് കണ്ടിട്ടില്ല കേട്ടോ ഇതുവരെ. ഞാനിടയ്ക്ക് ആലോചിക്കാറുണ്ട് എങ്ങടെയെങ്കിലുമൊക്കെ യാത്രകൾ പോകുമ്പോൾ മോൻ്റെ അല്ലെങ്കിൽ മോളുടെയൊക്കെ ഫുഡ് ഐറ്റംസും ഡയപ്പറും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി മാത്രം ഒരു ബാഗ് വാങ്ങണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഫസ്റ്റ് ക്രൈയിൽ അങ്ങനെ കയറി ഇറങ്ങുന്നത് വളരെ കുറവാണ്. ഞാൻ ഓൺലൈനിൽ കൂടുതലും പർച്ചേസ് ചെയ്യാറുള്ളത് ഫ്ലിപ്കാർട്ടിലാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്രൈയിൽ ഇങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടെന്നൊക്കെ പിന്നെയാണ് കേട്ടോ ഞാൻ നോക്കുമ്പോൾ കാണുന്നത്. അപ്പോൾ ഇത് നോക്കിയപ്പോൾ എനിക്ക് സംഭവം നല്ലൊരു ഐറ്റമായിട്ട് തന്നെ തോന്നി കേട്ടോ. നമുക്ക് ഡയപ്പറാണെങ്കിലും മക്കളുടെ ഫുഡും ഇപ്പോൾ മോനൊക്കെ ആണെങ്കിൽ നമ്മൾ ബോട്ടിലൊക്കെ ആക്കിയിട്ടാണ് കുറുക്ക് അങ്ങനെയൊക്കെ വെക്കുക. അപ്പോൾ അതൊക്കെ വെക്കാനായിട്ട് എല്ലാത്തിനും ഓരോ കള്ളികളുണ്ട് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ കുഴപ്പമില്ല സംഭവം. അപ്പോൾ ഞാൻ അതിൻ്റെ ആ ഒരു കൂടെ വന്നിരിക്കുന്നത് വായിച്ച് നോക്കിയപ്പോഴാണ് എനിക്കിതൊരു ഡയപ്പർ ബാഗാണെന്നുള്ളത് മനസ്സിലായത് കേട്ടോ. അപ്പോൾ എന്തായാലും അടിപൊളിയാണ് കേട്ടോ സംഭവം. പിന്നെ നമ്മുടെ ഉള്ളിലേക്ക് തുറക്കാനായിട്ടേ ആ വലിയ സിബ്ബ് തുറക്കണം എന്നില്ല. ബാക്കിലൊരു ചെറിയൊരു സിബ്ബുണ്ട്. അത് തുറന്നിട്ട് നമുക്ക് ഉള്ളിലത്തെ സാധനങ്ങൾ എടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് സ്റ്റിഫാണ്, അതിൻ്റെ മെറ്റീരിയൽ കുറച്ച് സ്റ്റിഫാണ്. സോഫ്റ്റായിട്ടുള്ള ഒരു മെറ്റീരിയലല്ല, പക്ഷെ നല്ല ക്വാളിറ്റിയാണ്, നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ്. ഉള്ളിൽ വൈറ്റ് കളറിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫുഡ് ഐറ്റംസ് ഒക്കെ എന്തെങ്കിലും വെക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിക്കണം. പക്ഷെ നമുക്ക് ബോട്ടിലൊക്കെ വെക്കാനായിട്ട് ഫ്രണ്ടിൽ വേറെ ഒരു കള്ളി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലിങ്ങനെ ഫുഡ് ഐറ്റംസ് നമുക്ക് ആ ഒരു ഇതിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുമൊന്നുമില്ല. പിന്നെ ഇത് ബാഗായിട്ട് തന്നെ വേണമെന്നില്ല, നമുക്കിങ്ങനെ കയ്യിൽ തൂക്കി പിടിക്കാവുന്ന രീതിയിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 വള്ളികൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു ബാഗ് എന്ന് തന്നെ വേണം പറയാനായിട്ട്. പിന്നെ അതിൻ്റെ നെഗറ്റീവായിട്ട് എനിക്ക് ആകെ പറയാനുള്ളത് ഭയങ്കര സ്റ്റിഫാണ്. മെറ്റീരിയൽ ഭയങ്കര സ്റ്റിഫായിട്ട് നിൽക്കുന്നതാണ്, വടി പോലെയാണ് ഇരിക്കുന്നത്. പിന്നെ അത് യൂസ് ചെയ്തിട്ട് അത് ഇത്തിരിയും കൂടെ ഒരു മയം വരുമോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ്. പെട്ടെന്നൊന്നും കേടുവരുന്നൊരു ഇതല്ല. ആ വള്ളിയൊക്കെ കണ്ടില്ലേ, ഒരു വടി പോലെയൊക്കെയാണ് ഇരിക്കുന്നത്. നമ്മൾ ഇട്ടിട്ട് ചിലപ്പോൾ ശരിയാവുമായിരിക്കാം. എന്തായാലും സാധനം അടിപൊളിയാണ് കേട്ടോ.